ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പിൻവീൽ സമൂസയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സമൂസയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ചിക്കൻ വീൽ സമൂസ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. എല്ലാവരും ഗിവ് അവേ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് അയമോദകം ഉണ്ടല്ലോ, അജ്വൈൻ സീഡ്സ്, അതും 1/2 ടീസ്പൂണ് കരിഞ്ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് 2 ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അയമോദകവും കരിഞ്ജീരകമൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടുള്ള വെള്ളമല്ല കേട്ടോ, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് 1/4 കപ്പ് പെട്ടെന്ന് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി ഡോൻ്റെ ഒക്കെ പോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഇതിലേക്ക്, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. വേറെ ഏത് ഓയിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 50 ഗ്രാം കേട്ടോ മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തുള്ള ചിക്കൻ ഇതുപോലെ പിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതും ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും പിന്നെ ചാറ്റ് മസാല ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് കേട്ടോ. ചാറ്റ് മസാല നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതാണ് ചേർക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കൊരു സാധാരണ കടലറ്റിൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താലും മതി. പക്ഷേ ഇതാവും ഈ ഒരു സമൂസയ്ക്ക് ഈ ഒരു ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷണലാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണെന്ന് മാത്രം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. കട്ട ഉണ്ടായാലും നമുക്കിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മൈദപ്പത്തിരി പൊട്ടിപ്പോവും. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചാട്ടോ, നമ്മൾ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ വറ്റൽമുളക് ക്രഷ് ചെയ്തതുമാണ് ഇതിൽ എരിവിന് ചേർക്കുന്നത്. പിന്നെ മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദയും ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. നല്ല ലൂസായിട്ടുള്ള ബാറ്റർ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് അവിടെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ 1 കപ്പ് വെച്ചിട്ടുള്ള മൈദയാണല്ലോ, മൈദയുടെ ഡോ ആണല്ലോ. അപ്പോൾ 2 കപ്പൊക്കെ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതൊരു പകുതി എടുത്താൽ മതി. ഇതിപ്പോൾ 1 കപ്പ് ആയതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഞാനങ്ങ് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ, കുറച്ചൊക്കെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരു 2 ചപ്പാത്തിയൊക്കെ മേലെ വെക്കുന്ന ആ രീതിയിലുള്ള അത്രയും കട്ടിയിലുള്ള ആ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ നമുക്ക് ശരിക്കും റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ് എത്തിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ശരിക്കും ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ഈവനായിട്ട് വരുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു സ്ഥലത്ത് കുറേയും ഒരു സ്ഥലത്ത് കുറച്ചും അങ്ങനെയൊന്നും ആവരുത്, എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കിട്ട് ചിക്കൻ ഓപ്ഷണലാണ് കേട്ടോ, ചിക്കൻ വേണ്ടാത്തവർക്ക് ചിക്കൻ ഇല്ലാതെയും ഇത് ചെയ്തെടുക്കാം കേട്ടോ.
എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒരു ഭാഗത്തു നിന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ പൊടിയൊക്കെ കൂടിപ്പോയാലും ഒട്ടാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് ബെറ്റർ കേട്ടോ, എന്നാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിലായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സമൂസയും ഇതുപോലെ ആ ഒരു മൈദ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടിട്ടായിരുന്നില്ലേ, അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മൈദയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ മസാലയൊക്കെ എണ്ണയിലേക്ക് വന്നിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മൈദയിൽ നമ്മൾ മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നത്. രണ്ട് സൈഡ് ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് റിസ്ക്കുള്ള പണിയല്ലേ എന്നൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ആ ഫില്ലിങ് റെഡിയാക്കി എടുത്താൽ പത്തിരി പരത്തിയിട്ട് അതിൽ വെക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ലൈക്കും ചെയ്തേക്കോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്തേക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു.